സംഭവിച്ചതെല്ലാം നല്ലതിനെ, സംഭവിക്കാൻ പോകുന്നത് നല്ലതിനെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബ്രോഡ്കാസ്റ്റ് സർവീസസ് ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് നമ്മുടെ മഹാനായ നമ്മുടെ മോഡിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ പാസ് ചെയ്യാൻ പോവാണ്. ഈ കൊല്ലം എന്താണേലും പാസ്സാക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും, ഭയങ്കര ടോക്ക് ഓഫ് ദ ടൗൺ. ഇപ്പം തന്നെ ഈ ബില്ലിൻ്റെ കാര്യമാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഈ ചെറിയ ഓൺലൈൻ മീഡിയയിൽ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ചെറിയ ആൾക്കാരുണ്ടല്ലോ, ഈ ചെറിയ ആൾക്കാർ പോലും, ചെറിയ കണ്ടന്റ് ക്രിയേറ്റർ പോലും ഈ ബില്ലിൻ്റെ താഴെ വരും. ഈ ബില്ല് അവരെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ യൂട്യൂബിലൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ലല്ലോ. ആർക്ക് വേണേൽ മറ്റേ സിനിമാക്കാരെ കളിയാക്കുന്ന പോലെ ആർക്ക് വേണേൽ ഒരു ഫോണുള്ളവനൊക്കെ ഒരു ചാനൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് അവർ കളിയാക്കുന്ന പോലെ അത്രയും ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ലോകം മൊത്തം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പക്ഷേ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ബില്ല് വന്നു കഴിയുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരിക്കും. എന്താണ് ആ റെസ്ട്രിക്ഷൻസ്? ഈ ബില്ലിന്റെ ഡ്രാഫ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞു. ഈ ബില്ല് ഈ കൊല്ലം എന്താണെങ്കിലും പാസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഹാർഡ് കോപ്പി അതിൽ വാട്ടർമാർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ കുറെ ആൾക്കാർക്കൊക്കെ അയച്ചിട്ടുണ്ട്. അവരുടെ ഇന്നർ സർക്കിളിലുള്ള ആൾക്കാർക്കൊക്കെ അത് അയച്ചിട്ടുണ്ട് ആ ബില്ലിന്റെ കോപ്പി. ഈ കാരണം വാട്ടർമാർക്ക് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ ബില്ലിനെ ഇത് ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, ആര് ലീക്ക് ചെയ്തു എന്ന് അറിയാൻ പറ്റും വാട്ടർമാർക്കുള്ള കാരണം. പക്ഷെ എന്നാലും ബില്ല് ചെറുതായിട്ടൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഭയങ്കര സംഭവമാണ്. അതായത് മൊത്തത്തിൽ സ്വാതന്ത്ര്യത്തിനെ ഇങ്ങനെ പിടിച്ച് വെക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, സ്വാതന്ത്ര്യം ഇല്ലാതാവുക. നമ്മൾ സംസാരിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതില്ലാണ്ടാവും. അതാണ് സംഭവം. അതായത് ഈ ബില്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു ബില്ലായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇതിനെ കണക്കാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. പക്ഷെ എന്നാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വലിയൊരു പ്രശ്നമായിരിക്കും ഈ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഉള്ള റൂൾസിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലീനിയന്റ് ആണ് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഇവരിപ്പോൾ ആരാണ്, എവിടെ നിന്നാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഇവർക്ക് എന്താണ് ഇവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഇവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് ആരെയെങ്കിലും ഒക്കെ ഇങ്ങനെ നോവിക്കുന്നുണ്ടോ, ആരെയെങ്കിലും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇവരെന്ത് വായി തോന്നിയ കാര്യങ്ങളും വിളിച്ചു പറയാണ്. അപ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് വേണം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഇന്നലെയും കണ്ടതാണ്, ചെകുത്താൻ മറ്റേ ആറാട്ടണ്ണനെയൊക്കെ വിളിച്ച് താക്കീത് ചെയ്തു, പിന്നെ ചെകുത്താനെ അറസ്റ്റ് ചെയ്തു. ഒരുപാട് ആൾക്കാരെ നമ്മളങ്ങനെ അറസ്റ്റ് ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് തന്നെയാണ്. ആരെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ എന്നാലും സംഭവം റിലീസായി ഒരുപാട് ആൾക്കാർ ഇതിനെ കാണും, ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ഇൻഫ്ലുവൻസ് ആവും എന്നുള്ള ഒരു പോയിന്റാണ് ഗവൺമെന്റ് വെക്കുന്നത്. ഈ ബില്ല് പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ ഈ വലിയ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ, നെറ്റ്ഫ്ലിക്സ്, മറ്റേ സൺ, സ്റ്റാർ, നമ്മുടെ സൂര്യ TV, ഏഷ്യാനെറ്റ്, ഇങ്ങനത്തെ ഒരുപാട് ചാനൽസ് ഉണ്ട് ഇന്ത്യയിൽ, TV ചാനൽസ്. ആ TV ചാനൽസ് ഒക്കെ ഫോളോ ചെയ്യുന്ന അത്രയ്ക്കും ഉള്ള റൂൾസ് എന്നെ പോലത്തെ ഒരാളും ഫോളോ ചെയ്യേണ്ടി വരും. അതാണ് ഇതിന്റെ ഒരു ക്യാച്ച്. അതായത് ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ കണ്ടതാണ്, ഒരുപാട് ആൾക്കാർ, ഒരുപാട് യൂട്യൂബേഴ്സ്, ഒരുപാട് ഫേസ്ബുക്കിലും അതിൽ ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ അഖിൽ മാരാർ കുറേ കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലും പുള്ളി അതിനെ എതിർക്കുന്നു, പുള്ളി അതിന് ഉൾട്ടയായിട്ടുള്ള വർത്തമാനം പറയുന്നു. ഇത് ശരിയല്ല, മുഖ്യമന്ത്രി കുടുങ്ങും, മുഖ്യമന്ത്രി ഒരു കള്ളനാണ്, മുഖ്യമന്ത്രിയുടെ മടിയിൽ ഘനമുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഈ വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ, അതായത് അവർ പറയും എന്തൊക്കെ പറയാം, എന്തൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് അവർ പറയും. ഇതിന് ഭയങ്കര കൗൺസിലും കാര്യങ്ങളൊക്കെ. ഇതിനൊരു ഓരോ യൂട്യൂബറും ഒരു റിഡ്രസൽ ഓഫീസർ എന്ന് പറയുന്ന ഒരാളിനെ വെക്കണം. അതായത് ഗ്രീവിയൻസ് റിഡ്രസൽ ഓഫീസർ ആണെന്ന് തോന്നുന്നു, ഗ്രീവിയൻസ് അഡ്രസലോ റിഡ്രസലോ അങ്ങനെ എന്തോ ആണ്. അത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. ഈ ബില്ല് പാസ്സായാലും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കയ്യിൽ ഈ റിഡ്രസൽ ഓഫീസറിന് കൊടുക്കാനുള്ള സാലറിയുടെ കാശൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ ചാനൽ അത്രയും ചെറുതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളിനെ വെച്ചിട്ട് ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇടുകയാണ്, ഞാനൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഇപ്പോൾ ഞാനിങ്ങനെ ഈ ലോയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു, ഈ ബ്രോഡ്കാസ്റ്റിംഗ് റൂൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഉടനെ അവർ കംപ്ലൈൻറ്റ് റേസ് ചെയ്യുന്നു. ആ കംപ്ലൈൻറ്റ് നേരെ റിഡ്രസൽ ഓഫീസറിലേക്ക് വരും. ആ ഓഫീസർക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ഇത്രയും സമയത്തിനകം പുള്ളി അതിന് റിപ്ലൈ ചെയ്യണം. റിപ്ലൈ ഇല്ലെങ്കിൽ അതിനുള്ള ഫർദർ ആക്ഷൻ എടുക്കാം. പിന്നെ ഓരോരോ ചാനലും, ഓരോ ട്വിറ്റർ ആയാലും, ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും, എന്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും, എല്ലാ പ്ലാറ്റ്ഫോമിലും എല്ലാ ഇതിലും ഒരു ബ്രോഡ്കാസ്റ്റർ എന്ന് പറയുമ്പോൾ, ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ, ഈ ഇൻഫ്ലുവൻസറിന് ഒരു ലൈസൻസ് ഉണ്ടാവും. ഈ ഇൻഫ്ലുവൻസറിന്റെ അതിന് ഇത്ര സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ് വെച്ചിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്.
ഇത്ര ഇപ്പോൾ 100 സബ്സ്ക്രൈബർ ആണോ 1000 സബ്സ്ക്രൈബർ ആണോ നമുക്കറിയില്ല. ഇപ്പോൾ 10 ലക്ഷം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ആൾക്കാർ ഹാപ്പിയാവും. കാരണം കേരളത്തിലെ വലിയ വലിയ ആൾക്കാർക്ക് പോലും 10 ലക്ഷം ആയിട്ടില്ല, 7 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ 10 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളവർ മാത്രമേ ആ ലൈസൻസ് എടുക്കേണ്ടേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്രയും പ്രശ്നമില്ല. എന്നാലും പ്രശ്നമാണ്. ഒരുപാട് വലിയ വലിയ ചാനൽസ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന ചാനൽസിൻ്റെ ഒക്കെ എന്താ പറയണ്ടേ, സബ്സ്ക്രൈബേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 40 ലക്ഷം 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ്. വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 2 ക്രൈറ്റീരിയ ഉണ്ടാവുന്നതാണ്, ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് പിന്നെ നോൺ ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ്. ഇപ്പോൾ ന്യൂസ് ഇപ്പോൾ വരുന്ന ന്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടായി, ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നോൺ ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സിന് പറ്റില്ല. അങ്ങനത്തെ ചില ഡ്രാഫ്റ്റ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഈ ഡ്രാഫ്റ്റ് ഫുള്ളായിട്ട് കണ്ടില്ല, വായിച്ചുമില്ല. പക്ഷേ എന്നാൽ ഞാൻ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കിയത് ഇതൊക്കെയാണ്. ഇപ്പോൾ ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ന്യൂസിൻ്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. നോൺ ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവർക്ക് ന്യൂസിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം അവർ നോൺ ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ്. പിന്നെ അവർ നോൺ ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ പാട്ട് പാടുന്നതായാലും ഡാൻസ് ചെയ്യുന്ന മിമിക്രി കാണിക്കുന്നതായാലും അയാൾ പോലും ഈ ബില്ലിനകത്ത് പെടും. ഇതിനകത്ത് ഈ റോളിനകത്ത് പെടും. ആർക്കും ഈ റോളിൽ നിന്ന് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ഷനിൽ എത്രത്തോളം സോഷ്യൽ മീഡിയ റൂളിംഗ് പാർട്ടീനെ എഫക്റ്റ് ചെയ്തു എന്നുള്ളത് ഈ റൂളിംഗ് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ്. ഇത് ഇപ്പോൾ ഒരു 2023 അവർ BJP ഗവൺമെൻറ് ഇത് റിലീസ് ചെയ്യാൻ ഇത് കുറേ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഈ ഒരു റൂളിനെ ഡിസൈൻ ചെയ്ത് ഈ ഒരു റൂളിനെ കുറിച്ച് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആരോടൊക്കെ ചോദിച്ചു എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 2024 ഇപ്പോൾ ഈ റൂള് പാസ് ചെയ്യാനുള്ള ഐഡിയയിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ധ്രുവ് രാഠി എന്ന് പറയുന്ന ആളും പിന്നെ അഞ്ജും ടോക്സ് ഇത് കുറേ ആൾക്കാരുണ്ട് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് വീഡിയോസ്, അതായത് സിനിമയെ പോലെ ഇതിനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഫ്ലാഷ് ഒക്കെ ചെയ്ത് ഭയങ്കര എഡിറ്റിംഗ് ടീമൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് ഇതിനെ ഭയങ്കര ഒരു റീച്ച് കൊടുക്കുന്ന കുറേ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ യൂട്യൂബ് ചാനൽസിൽ മെയിനായിട്ട് നമ്മുടെ മോഡി ഗവൺമെൻറ്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ ഈ പ്രാവശ്യം എന്തുവാണേലും അടുത്ത ഇലക്ഷൻ വരെ കാക്കാനൊന്നും പറ്റില്ല. ഇത് ഇപ്പം തന്നെ പാസ് ചെയ്ത് ഇവന്മാരെയൊക്കെ അടുത്ത 3 കൊല്ലം ഒന്നും സംസാരിക്കാൻ വിടാതെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടെ നമ്മുടെ BJP ഗവൺമെൻറ് ഉണ്ട് എന്ന് പറഞ്ഞ് വെളിയിൽ കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഒപ്പീനിയൻ അല്ല കേട്ടോ, ഞാൻ പറയുന്നത് ഈ ബില്ല് നല്ലതാണ്. പക്ഷേ ഒരുപാട് അങ്ങോട്ട് ആൾക്കാരെ സപ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഡിപ്രസ് ആയി പോകും. ഈ സപ്രസ് ചെയ്യാൻ നോക്കുന്ന ആൾ ഡിപ്രസ് ആയി പോകും. അതാണ് നമ്മുടെ ഡെമോക്രസിയുടെ ഒരു പവർ എന്ന് പറയുന്നത്. പിന്നെ ലോകരാജ്യങ്ങൾ കുറേ ആൾക്കാർ ഇതിനെ നോക്കി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്ത് കുറ്റം പറയാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിനെ അത്രയും ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ലോകരാജ്യങ്ങൾ. അവർ UN-ലും അവിടെ ഇവിടെയൊക്കെ സംസാരിക്കും. കാരണം ഇതെന്ന് പറയുന്നത് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാഗ്നിറ്റ്യൂഡിലേക്ക് അതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോവും. ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യൻ ഗവൺമെൻറ് പോയി സംസാരിക്കുമ്പോൾ യു പ്ലീസ് ഡോണ്ട് ടോക്ക്, വി നോ ഹൗ യു ഡീൽ വിത്ത് യുവർ ഡെമോക്രസി എന്നുള്ള രീതിയിൽ ഇവരെ ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ തള്ളിക്കളയും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ വരാൻ ഉള്ള ആഗ്രഹം നമ്മുടെ മോഡിജിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. മോഡിജി ഭയങ്കര ഇങ്ങനെ വലിയ ടീമിനെയൊക്കെ വെച്ച് ഈ സംഭവം റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഈ ബില്ലിൻ്റെ ഇത് പറയപ്പെടുന്ന അത്രയ്ക്കും ഇവരങ്ങോട്ട് ഈ റൂളിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂളിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഡയലോഗ് എനിക്ക് പെട്ടെന്ന് ഒരു ഫ്ലോയിൽ വന്നതാണ്. അതായത് ആൾക്കാരുടെ സംസാരത്തെ സപ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഡിപ്രസ് ആയി പോകത്തേ ഉള്ളൂ. ഈ സപ്രസ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് വോട്ടും കുറവാണ്, ഒരുപാട് സീറ്റും കുറവാണ് BJP ഗവൺമെന്റ്. കാരണം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സപ്രസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കാശ് കൊടുത്ത് ഇങ്ങനെ MLA ഇങ്ങനെ വാങ്ങിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വെളിയിൽ കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയും അങ്ങനത്തെ മിസ്റ്റേക്കുകൾ ചെയ്യുകയാണെങ്കിൽ വലിയ ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക് ഈ ഒരു പ്രശ്നം പോകും. മോഡിജി ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഡിക്റ്റേറ്റർ ആണ് ഇയാൾ, ഭയങ്കര ഇതാണ് ഇയാൾ, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞു നടക്കുന്നു. അപ്പൊ ഈ ഒരു ബില്ല് പാർലമെന്റിൽ പാസ് ചെയ്യാൻ വരുമ്പോ തന്നെ ഈ രാഹുൽ ഗാന്ധിജിയെ പോലത്തെ നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള വേണുഗോപാലും പുള്ളിയൊക്കെ കോൺഗ്രസിലുള്ള ആൾക്കാരൊക്കെ ഈ ബില്ലിനെ അങ്ങനെ പാസ് ചെയ്യാൻ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെന്തെങ്കിലുമൊക്കെ കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണല്ലോ. മറ്റേ പാസ് ചെയ്യിപ്പിക്കില്ല എന്നുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതിന് ഉൾട്ടയെ പറയുള്ളൂ, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉള്ള ആൾക്കാരാണ്
അപ്പോൾ അങ്ങനെ സ്ട്രാറ്റജി ഉള്ള ആൾക്കാർ ഈ ഒരു ബില്ലൊക്കെ പാസ്സാവാനായിട്ട് നിങ്ങൾ അതിൻ്റെ ഡ്രാഫ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാ എം പിക്കും അതിൻ്റെ കോപ്പിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരെന്തൊക്കെ അവിടെ ഇരുന്ന് പുകിലുണ്ടാക്കുമെന്ന് നമുക്കറിയില്ല. എന്ന് വേണമെങ്കിലും വെയിറ്റ് ചെയ്തൊന്ന് നോക്കാം. ഇതിന് ബ്രോഡ്കാസ്റ്റ് അഡ്വൈസറി കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൗൺസിൽ ഉണ്ടാവും. ആ കൗൺസിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഉണ്ടല്ലോ, ആ മിനിസ്ട്രിയുടെ താഴെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ മിനിസ്ട്രിയിലൊക്കെ ഈ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കമ്പനി ലൈസൻസ് ഇപ്പോഴും ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഒരു കമ്പനി ലൈസൻസിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അതായത് ആ ലൈസൻസ് കിട്ടാൻ ഒരുപാട് അഴിമതിയും ഒരുപാട് മറ്റേ കൈക്കൂലിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലും വരും. ഇതിൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലിന്റെ ലൈസൻസിന് വേണ്ടി പോവാണ്, ഇപ്പൊ നിങ്ങൾ വലിയൊരു ഇൻഫ്ലുവൻസർ ആണ്, ഇപ്പോൾ ഉള്ള വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവരെ ഇങ്ങനെ സപ്രസ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പൊ സപ്രസ് ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ ഡിപ്രസ് ആവാനുള്ള സംഭവങ്ങളും ഞാൻ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡയലോഗ്. സപ്രസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡിപ്രസ് ആവുന്നുള്ളൂ. പക്ഷെ ഡിപ്രസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമ്മള് നാട്ടുകാരുടെ കയ്യിലാണ്. അത് നമ്മൾ അടുത്ത ഇലക്ഷനിലൊക്കെ ആൾക്കാരൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മളൊരു ചാനലിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഓഫീസറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം. ഇയാൾക്ക് നമ്മൾ സാലറി കൊടുക്കുകയും വേണം. ഇയാൾക്ക് സാലറി കൊടുക്കാൻ ചെറിയ ചെറിയ യൂട്യൂബ് ഒക്കെ നടത്തുന്ന ആൾക്കാർ അവർ തന്നെ ഗ്രീവിയൻസ് റിഡ്രസൽ ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന് ആ മറ്റേ റൂളും കാര്യങ്ങളൊക്കെ പാസ്സായി വരുമ്പോഴേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര ഒരു സംഭവമാണ്. ഇത് സംഭവമാമി യുഗേ യുഗേ സംഭവമാണ്. ഈ ഗ്രീവിയൻസ് റിട്രസൽ ഓഫീസറൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ഈ ചെറിയ ചാനൽസിനൊന്നും അതൊന്നും വെക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ വല്ല കൂട്ടുകാരനെയൊക്കെ വെക്കണം. കൂട്ടുകാരൻ ഈ പരിപാടിക്ക് നിൽക്കുമോ എന്നറിയില്ല. കാരണം നാളെ ഉത്തരം പറയേണ്ട അവനാണ്. ഇയാൾ എന്തെങ്കിലും പോക്കിരുത്തരമൊക്കെ ഇപ്പോൾ ചെകുത്താൻ്റെയൊക്കെ ഗ്രീവിയൻസ് റിട്രസൽ ഓഫീസറായിട്ട് ആരെങ്കിലുമൊക്കെ നിൽക്കാൻ ശ്രമിക്കുമോ, നിൽക്കാൻ സമ്മതിക്കുമോ എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യചിഹ്നമാണ്. കാരണം നാളെ ഇയാൾ വല്ലതും തോന്നിയാസൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു മൈരൻ, ലാലേട്ടൻ ഒരു ഇവൻ, അയാൾ അങ്ങനെ മറ്റേ ആറാട്ടെന്നെ പറഞ്ഞ കൂടെ കിടക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വാക്കൊക്കെ മതി, കഴിഞ്ഞു, ഫിനിഷ്, ബൈ ബൈ, ഗോ ഹോം എന്നുള്ള ഒരു സംഭവമാണ്. അതോടെ ഈ ലൈസൻസും ക്യാൻസൽ ആക്കാനുള്ള അധികാരം ഉണ്ടാവും. പിന്നെ ഇയാൾക്ക് വേറെ ഒന്നും പോസ്റ്റ് ചെയ്യാനും വേറെ ചാനൽ തുടങ്ങാനൊന്നും പറ്റില്ല. പിന്നെ ചിലപ്പം ഇയാൾ ജയിലിലും പോകും. കാരണം ആ ഗ്രാവിറ്റി, ആ പ്രശ്നത്തിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർ അസസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പ്ലീസ് നിങ്ങൾ ജയിലിലേക്ക് പോവാം, മറ്റേ തുണിയൊക്കെ പൊഞ്ഞോളൂ, ചെല്ലു ചെല്ലു എന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇരിക്കാനും നടക്കാനുള്ള ഒരു കറക്റ്റായിട്ട് ക്യാമറ പിടിക്കാനും ഉള്ള ഒരു അസിസ്റ്റൻസും ഈ മറ്റേ അഡ്രസൽ ഓഫീസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. കാരണം ക്യാമറ വെക്കുന്നത് ഞാൻ തന്നെയാണ്, മൈക്ക് പിടിക്കുന്നത് ഞാനാണ്, ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ എല്ലാം ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ ആൾക്കാർ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വൈകിപ്പോയി. ഒരുപാട് ഇത് ഭയങ്കര സംഭവമാണ്. ഇതിപ്പോ മറ്റേ ബംഗ്ലാദേശില് ഇന്റർനെറ്റിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ ഒരു റൂൾ കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് അവർ ബാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഇന്റർനെറ്റ് ബാൻ ചെയ്യാറൊക്കെ ഉണ്ട്. മറ്റേ മണിപ്പൂരിൽ ഇന്റർനെറ്റ് ബാനാണ്. മറ്റേ കാശ്മീരിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് കിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടില് ഓപ്പോസിറ്റ് പാർട്ടീസ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ എളുപ്പത്തിൽ നടക്കില്ല. ഒരുപാട് പോപ്പുലേഷനും ഉണ്ട്. അപ്പോൾ ഈ പോപ്പുലേഷനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ നടക്കില്ല. പക്ഷെ എന്നാലും നടക്കും. പിന്നെ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് 2G ഉണ്ടായിരുന്ന സമയത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 4G 3G ഒക്കെ ഇറക്കിയിട്ട് മറ്റേ ജിയോയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കൊടുത്തു നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ് സാധാരണ ആൾക്കാർ പറയുന്നത്. ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് അലിഗേഷൻസ് ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദാനി അംബാനി കെ സാത്ത് ഹേ വോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു കൊടുത്തപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഈ ഫോൺ 10,000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ഫോണിലും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, നിങ്ങൾക്ക് നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു സംഭവം വന്നതുകൊണ്ട് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി പോയി. ഇപ്പോൾ അന്ന് ആ ഫോണിന്റെ ഇത്രയും ഡിജിറ്റൽ മീഡിയ ഇത്രയും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട് BJPയിൽ ഒരുപാട് ആൾക്കാർക്ക് എന്നാണ് പൊതുവെ വെളിയിലുള്ള സംസാരം. എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല കേട്ടോ, എൻ്റെ ഒപ്പീനിയൻ അത് കേട്ടപ്പോൾ എനിക്കും ഇങ്ങനെ ഒപ്പീനിയനായിട്ട് അത് വന്നു. പക്ഷെ വെളിയിൽ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ഇങ്ങനെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇത് എൻ്റെ പോയിന്റ് അല്ല കേട്ടോ. എന്താണേലും
ഈ ബില്ല് പാസ്സായി കഴിയുമ്പോൾ ഈ ബില്ല് പാസ്സാക്കാനായിട്ട് പാർലമെന്റിലേക്ക് വരുമ്പോൾ തന്നെ ഒരു വലിയ സംഭവം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. വേറെ ഒരു കാര്യമുണ്ട്, വെളി രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലുള്ള ചാനൽസ് റൺ ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ വേറെ രാജ്യത്താണല്ലോ, എനിക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ് ടാഗ് ചെയ്ത് ഇന്ത്യയിൽ ഈ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വക ചാനൽസ് ഈ വക നോംസ് ഒക്കെ ഫോളോ ചെയ്യണം. അതൊരു വലിയൊരു നൂലാമാലയാണ്. കാരണം ഈ ധ്രുവ് രാഠി പോലത്തെ ആളൊക്കെ എങ്ങാണ്ട് സിംഗപ്പൂരിലോ ലണ്ടനിലൊക്കെയാണ്. അങ്ങനത്തെ ഒരാളിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെന്റിന് ഫുള്ളായിട്ട് പറ്റുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഇത് ഒരു മാസ് സംഭവമായിരിക്കും. സംഭവം യുഗേ യുഗേ. സംഭവിച്ചതെല്ലാം നല്ലതിനെ, സംഭവിക്കാൻ പോകുന്നത് നല്ലതിനെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വെയിറ്റ് ചെയ്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും.